രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നേ പുറത്ത്. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഭയങ്കര നൊസ്റ്റു ഫീൽ ചെയ്തു. പണ്ടൊക്കെ ആണെങ്കിൽ ഏപ്രിൽ മാർച്ചിൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ടൈമല്ലേ, അതൊക്കെ ആലോചിച്ചപ്പോൾ എന്തോ. ഇപ്പോഴാണെങ്കിലോ തിരക്ക് കഴിഞ്ഞിട്ട് ഒരു ടൈമേ ഇല്ല, റെസ്റ്റ് ചെയ്യാൻ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മുടെ മണി പ്ലാന്റിന്റെ വെള്ളമൊക്കെ മാറ്റി വെച്ചു. നമ്മുടെ അവിടുത്തെ വിൻഡൊക്കെ ഓപ്പൺ ചെയ്ത് ഞാൻ ഗ്രീൻ ടീക്കുള്ള വെള്ളമാണ് കേട്ടോ വെക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പുട്ടുണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുട്ടിന് കോക്കനട്ടിന് പകരം ഞാൻ ക്യാരറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ പോയി വന്നപ്പോൾ അമ്മമ്മ കുറച്ച് ചക്കക്കുരു നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിന്ന് ഒരു ഉപ്പേരി പോലെ വെക്കാം. അപ്പോൾ ഞാൻ അത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോഴേക്കും പുട്ട് ആയിട്ടുണ്ട്, ഒരു കുറ്റി പുട്ടായിട്ട്. അപ്പോൾ ഞാൻ അത് റെഡിയാക്കി എടുത്തു. പിന്നെ ആ കുക്കറിൽ ചക്കക്കുരു വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചത്. പിന്നെ അത് അപ്പോഴേക്കും രണ്ടാമത്തെ കുറ്റി പുട്ടായി. അപ്പോൾ നമ്മുടെ പുട്ടിന്റെ പരിപാടി കഴിഞ്ഞു. നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിയാണ് കേട്ടോ. വെണ്ടയ്ക്കയും തക്കാളിയും സവാളയും ഒക്കെ കട്ട് ചെയ്തിട്ട്. പിന്നെ ഇന്നത്തെ സാമ്പാറിന് ഒരു പ്രത്യേകതയുണ്ട്, പരിപ്പില്ല കേട്ടോ. ഞാൻ പരിപ്പ് നോക്കിയപ്പോൾ കഴിഞ്ഞ് ഞാൻ മറന്നുപോയി അത്. പക്ഷെ നമ്മൾ വിട്ടു കൊടുത്തില്ല, സാമ്പാർ ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ച് അത് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ്. പിന്നെ അത് ഗ്രീൻ ടീയുടെ വെള്ളമൊക്കെ ചൂടായപ്പോഴേ ഞാൻ ഗ്രീൻ ടീ ബാഗ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചായ കുടിക്കാൻ വിചാരിച്ചു. ചായ മീൻസ് ഗ്രീൻ ടീയും കുറച്ചൊരു 5 ബദാം കുതിർത്തതാണ് നമ്മൾ രാവിലെ തന്നെ കഴിക്കുക കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ സാമ്പാറിന്റെ പരിപാടിക്ക് കടന്നു കേട്ടോ. നേരെ സാമ്പാറിന്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് ചക്കക്കുരു വേവിച്ച് ചെയ്യുന്ന കുറച്ച് ചക്കക്കുരും അതിന്റെ വെള്ളം മൊത്തമായിട്ട് ഞാൻ സാമ്പാർ വെക്കാനായിട്ട് എടുത്തു കേട്ടോ. കാരണം ഉപ്പേരി വെക്കുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ സാമ്പാർ പൊടി, ഇത്രയും പൊടികളെല്ലാം അതിലിട്ട് കൊടുത്തിട്ട് കുക്കറിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അരിപ്പില്ലാത്തത് കൊണ്ട് തന്നെ സാമ്പാർ കുറച്ച് കുറുകി വരാനായിട്ട് കുറച്ച് പണിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് കുറുകി വരുന്ന സാമ്പാർ കിട്ടും. പക്ഷെ സാമ്പാർ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചക്കക്കുരു കാച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ അതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും സവാള കട്ട് ചെയ്ത് വെച്ചതും പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അത് റെഡി ആയി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം ഉപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചക്കക്കുരു വേവിച്ചിട്ട് എടുത്ത് വെച്ചില്ലേ, അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മുടെ സാമ്പാറിനുള്ള ഒരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ പുളി പിഴിഞ്ഞതും പിന്നെ കായപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ സാമ്പാർ നമുക്ക് കാച്ചിയെടുക്കാം. അപ്പൊ ചക്കക്കുരു പേര് റെഡിയായി. ഇനി സാമ്പാർ കാച്ചിയെടുത്ത് അവിടെ പണി കഴിഞ്ഞു. ഞാനിവിടെ സാമ്പാർ കാച്ചാൻ കടുക്, ഉലുവ, പിന്നെ കസൂരിമേത്തി, പിന്നെ 3 മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉണക്കമുളക്, പിന്നെ കറിവേപ്പില. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ സാമ്പാറും റെഡിയായി. പിന്നെ ചായ വെക്കാണ് കേട്ടോ. നമ്മൾ രാവിലെ ഗ്രീൻ ടീ ആണല്ലോ കുടിച്ചത്. പിന്നെ ഇപ്പൊ പുട്ടിന്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ സാധാരണ നോർമൽ കട്ടൻ ചായ ഉണ്ടാക്കുവാണ്. അതിൽ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ട മീൻസ് സിനമൺ ട്ടോ. പിന്നെ ഞാൻ പപ്പടം കൂടെ കാച്ചി കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ചോറിന് പപ്പടം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണല്ലോ. അപ്പൊ സാമ്പാർ, ചക്കക്കുരുപ്പേരി, പപ്പടം. പിന്നെ ഇന്ന് എനിക്ക് 2 to 11 ആണ് ഷിഫ്റ്റ്. അപ്പൊ ഞാൻ രാത്രിക്ക് വേണ്ടിയിട്ട് കുക്കുംബറും ഓറഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പൊ ടാറ്റാ, ബൈ ബൈ.